ഇന്നൊരു കുട്ടി സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ സമയം 5:30 മണി കഴിഞ്ഞിട്ടുണ്ട്. ഈ 5:30 മണിക്കൊക്കെ സൺഡേ ഞാൻ കണ്ടിട്ടേ ഇല്ല. നേരത്തെ നടക്കാൻ പോകുന്ന സമയത്ത് വീണ്ടും 5:30-ക്കൊക്കെ എണീക്കുമായിരുന്നു. പക്ഷെ അതിന് ശേഷം ഈ നടപ്പൊക്കെ നിർത്തിയതിന് ശേഷം ഞാൻ എണീക്കുന്നത് ഇപ്പോഴാണെന്നാണ് കേട്ടോ എൻ്റെ ഒരു നിഗമനം. നമ്മൾ പോകുന്നത് എയർപോർട്ടിലേക്കാണ് കേട്ടോ. നമ്മുടെ നെയ്ബർ ആൻറ്റി അങ്കിളെ നമുക്കൊന്ന് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ നേരത്തെ എണീറ്റു. സത്യം പറഞ്ഞാൽ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഒരുവിധം പണികളും കാര്യങ്ങളൊക്കെ നേരത്തെ തീരും. നമ്മൾ എന്ന് ലേസി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു അന്നത്തെ പണിയും തീരില്ല, നമുക്ക് ആ ഒരു ദിവസമേ മോശമായിരിക്കും. അപ്പോൾ ഇന്ന് എനിക്ക് പെട്ടിപ്പത് പണിയുണ്ട്. കാരണം ഇന്ന് കർക്കിടകം ലാസ്റ്റ് ഡേ ആണ്. സോ നമുക്ക് ഇന്നലെ ചെയ്ത് വെച്ചതിൻ്റെ ബാക്കി പെൻഡിങ് വർക്ക്സ് നമ്മൾ ഇന്നേക്കാണ് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നത്. സോ അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം ഞാൻ ഏട്ടനടുത്തതായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 2 ബാത്റൂമും അപ്പന ആണ് കഴുകേണ്ടത്. ഏട്ടൻ ഉപയോഗിക്കുന്ന ബാത്റൂം ഏട്ടൻ കഴിയേ പറ്റുള്ളൂ, ഞാൻ ഉപയോഗിക്കുന്ന ബാത്റൂം ഞാനും കഴുകും. എന്നെക്കൊണ്ട് രണ്ടും കൂടി പറ്റില്ല എന്നാണ് താ പറഞ്ഞുകൊണ്ട് നിന്നത്. കാരണം വേറെ കുറച്ച് തൂപ്പും തുടക്കലൊക്കെ ഉള്ളതുകൊണ്ട് 2 ബാത്റൂമും കൂടെ കഴുകി വരുമ്പോൾ ഞാൻ ചത്തുകൊണ്ട് പോകും. അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റാത്തതാണ്. ഞാൻ പറഞ്ഞു ഏട്ടാ അപ്പന നമ്മൾ കഴുകിയാൽ മതിയാവും. അങ്ങനെ നമ്മളിതേ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇവിടെ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ശംഖുമുഖത്ത് വന്നപ്പോഴുണ്ട്, ദൈവമേ ഭയങ്കര മഞ്ഞാണോ പുകയാണോ അത്ര മൂടി കിടക്കുന്ന ഒരു കാലാവസ്ഥ കേട്ടോ. അങ്ങനെ അവരെ കൊണ്ടുവന്ന് നമ്മൾ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്ത് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ പോകുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ഏട്ടൻ പറഞ്ഞു കുറച്ച് നമുക്ക് ശംഖുമുഖം ബീച്ചിൻ്റെ അവിടെ നിൽക്കാം. ഞാൻ പറഞ്ഞു വേണ്ട, ഭയങ്കര ഇത്ര നല്ല കാലാവസ്ഥയായിട്ട് എനിക്ക് തോന്നിയില്ല. ഭയങ്കരമായിട്ട് മൂടി കിടക്കണം, മഞ്ഞാണോ പുകയാണോ എന്ന് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അമ്മാതിരി ഒരു കാലാവസ്ഥ. പിന്നെ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ, എനിക്കതുകൊണ്ട് രാവിലെ എനിക്ക് പറ്റില്ല. ക്ലാസ് പറഞ്ഞപ്പോഴേക്കും എനിക്കൊരു വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ നിൽക്കണ്ട, നമുക്ക് മ്യൂസിയത്തെ ഒരു വാക്കിന് പോകാമെന്ന് പറഞ്ഞു. നേരത്തെ ഞാൻ വീട്ടിൽ രാവിലെ റോഡിൽ പോയി നടക്കാറുണ്ടായിരുന്നു. പക്ഷേ പട്ടിയുടെ ശല്യം അസഹനീയമായതുകൊണ്ട് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല ഇപ്പം. സോ ഞാൻ പറഞ്ഞു ഏട്ടാ എന്തായാലും ഇവിടം വരെ വന്നു, നമുക്കൊന്ന് മ്യൂസിയത്തെ ഒരു റൗണ്ട് നടന്നിട്ട് വരാം. കുറച്ച് നന്നായിരിക്കും ആ ഒരു നടത്തം, ഒരു മോർണിംഗ് വാക്ക്, ഒരു റിഫ്രഷ്മെൻ്റ് ആയിരിക്കും നമുക്ക്. അങ്ങനെ നമ്മളിതാ ഇവിടെ കനാകുന്നിൻ്റെ സൈഡിൽ കൊണ്ടുവന്നു കേട്ടോ. കാർ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം മ്യൂസിയം ആ സമയത്ത് ഓപ്പൺ അല്ലല്ലോ, 10 മണി 9 മണി എന്തോ സമയത്തല്ലേ ഓപ്പൺ ആക്കുള്ളൂ. അങ്ങനെ നമ്മളിത് കനാകുന്നിൻ്റെ അവിടെ കൊണ്ടുവന്നു വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം മ്യൂസിയത്തിൽ കയറി കേട്ടോ. കുറേ നാൾക്ക് ശേഷമാണ് ഇവിടെ മ്യൂസിയത്തിൽ വരുന്നത്. മ്യൂസിയം നമുക്ക് ചേട്ടൻ പറയുന്നത് തറവാട് എന്നാണ്. കാരണം ചേട്ടൻ്റെ അമ്മ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിതൊരു തറവാടായിട്ടാണ് നമ്മൾ കണക്കാക്കാറുള്ളത്. അങ്ങനെ അവിടെ വന്ന് നമ്മൾ കുറേ നേരം നിന്നിട്ടോ. വസുവാണ് കൂടുതൽ എൻജോയ് ചെയ്തത്. അവിടെ ഇവിടെ ഓടുന്നു ചാടുന്നു മണ്ണ് വായി കളിക്കുന്നു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ കുറേ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, കുറേ പ്രാവുകൾ. അവിടെ നിന്നൊരു കുട്ടി, അവരെപ്പോഴും റെഗുലറായിട്ട് വരണവരാന്ന് തോന്നുന്നു കേട്ടോ. അവിടെ നിന്ന് ബാഗിനകത്ത് എന്തോ നട്ട്സ് എന്തൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിനെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെ പ്രാവും അണ്ണാനും കൂടെ അടികൂടിയാണ് അത് കഴിച്ചുകൊണ്ടിരുന്നത്. വാസുവിന് ഏറ്റവും ഫേവറേറ്റ് പ്ലേസ് ഇത് എവിടെയാണ് കേട്ടോ. ഇവിടെ വന്നിരുന്നു വാസു നല്ലതായിട്ടിന്ന് മണ്ണൊക്കെ വാരിയിരുന്ന് കളിച്ചോളും. ഇവിടെ ട്രിവാൻഡ്രത്ത് ലൈറ്റ്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഓണത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ള. ഇപ്പോൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. 24th എന്തോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓണം പ്രോഗ്രാംസൊക്കെ. അങ്ങനെ വാസു ക്രോക്സാണ് ഇട്ടിരുന്നത്. അപ്പോൾ ആ ക്രോക്സിൻ്റെ ഉള്ളിൽ ആ മണ്ണിൽ പോയി കളിച്ചപ്പോൾ എല്ലാം കയറി. പിന്നെ കാല് വേദന എടുക്കുന്നെന്നും പറഞ്ഞ് എന്നെ കൊണ്ട് അവിടെ നിന്നേ എടുത്തോണ്ടാണ് കേട്ടോ നടന്നു വന്നത്. എനിക്കാണെങ്കിൽ സ്വന്തമായിട്ട് നടക്കാൻ പറ്റണില്ല, ഇവനെയും കൂടെ വെച്ച് അയ്യോ. കാരണം ഒരു വാക്കിന് പോയിട്ട് വന്നപ്പോൾ തന്നെ വേർത്ത് പണ്ടാറടങ്ങിയാണ് വന്നത്. അപ്പം ഇവനെയും കൂടെ എടുത്തപ്പോൾ ഞാൻ വയ്യാണ്ടായി. പിന്നെ വീട്ടിൽ വന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി. ഇന്നലെ നമ്മൾ വാങ്ങിച്ച നാനിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു, പിന്നെ പുട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൂടെ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു കേട്ടോ. കാരണം അടുക്കള പണിക്ക് കയറി കഴിഞ്ഞ് ബാക്കിയുള്ള ഈ പണികളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഹെക്ടിക് സംഗതിയായിപ്പോൾ. അതുകൊണ്ട് ഞാൻ കുറച്ച് ലെഫ്റ്റ് ഓവേഴ്സൊക്കെ എടുത്ത് ചൂടാക്കിയാണ് നമ്മൾ കഴിച്ചത്. അപ്പോൾ വാസു എന്ത് ചെയ്തു, വന്ന വഴി തന്നെ കാറിലിരുന്ന് ഉറങ്ങി. അതുകൊണ്ട് നമ്മുടെ ഈ പരിപാടികളൊക്കെ നടന്നു കേട്ടോ. അങ്ങനെ വാസു ഒരു 11 മണിയായപ്പോൾ എന്താണ് വാസു എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയും കുറച്ച് ഇത് ഒതുക്കിയിട്ടാണ് വാസുവിന് ഞാൻ പോയി ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സംഗതിയുള്ളൂ, ഈ മാജിക് ഇറേസർ എന്ന് പറഞ്ഞാൽ ഒരുപാട് റിവ്യൂ കണ്ടിട്ടുണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ. ഇതുപോലെ സംഗതി ഒരു സ്പോഞ്ചിൻ്റെ നമുക്ക് വൈബ്സാണ്. ഇതുപോലെ നമുക്ക് എല്ലാം തുടച്ച് നല്ല വൃത്തിയാക്കാൻ പറ്റും കേട്ടോ. നന്നായിട്ട് ചോരൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ എൻ്റെ ഈ പൂജ മീൻസ് വിളക്കൊക്കെ വയ്ക്കുന്ന ഈ ബോക്സ് മാതിരിയുള്ള സംഗതി, അത് പൂജ യൂണിറ്റ്, അത് വന്നിട്ട് നന്നായിട്ട് ക്ലീനായിട്ട് എത്രയാണെങ്കിലും
അവിടെ നിന്ന് ഇങ്ങനെ വലിച്ചു വെച്ചിട്ട് ഓപ്പൺ സ്പേസിലാണ് നമ്മൾ വിളക്ക് കത്തിക്കുന്നതെങ്കിലും അതിൻ്റെ ഒരു കരിയൊക്കെ അവിടെ ആ വൈറ്റ് ആ ബോക്സിൻ്റെ ഉള്ളിൽ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് വെച്ച് ഉരച്ച് കഴിഞ്ഞപ്പോഴേക്കുണ്ട് എല്ലാം മാറി നല്ല സൂപ്പർ ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വീട്ടിൻ്റെ ക്ലീനിങ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഈ അച്ഛനും മോനും മുടി വെട്ടണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ വയ്യാണ്ട് കിടന്ന് എന്നെയും കൂടെ എടുത്തുകൊണ്ട് പോയി. ഞാൻ പറഞ്ഞു ഞാൻ വരണില്ല, അപ്പം കേൾക്കില്ല, വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നെയും കൂടി കൊണ്ട്. ഇപ്പം ഞാൻ അതേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഗ്ലാസിൻ്റെ അങ്ങോട്ടാണ് ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഏട്ടൻ ഗ്ലാസ് അടച്ചപ്പോഴേക്കും എൻ്റെ കൈ ഇടയിപ്പോയി. ഞാൻ പറഞ്ഞു ഇപ്പം എൻ്റെ കൈ മുറിഞ്ഞുകൊണ്ട് പോയേനെ എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മുടെ സ്ഥിരം മുടിവെട്ട് കടയിൽ വന്നിട്ടുണ്ട്. മുടി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് വസുവിന് വര വേണം. അവിടെ വര ഇവിടെ വര ഇതൊക്കെ വസുവിന് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. മുടി വെട്ടിയാൽ അപ്പം വരയിടുക. വസുവിന് ഏറ്റവും ഇഷ്ടമുള്ള സംഗതിയാണ് മുടി വെട്ടുക. എല്ലാ ആഴ്ചയിലും ചോദിക്കും, ഇന്ന് മുടി വെട്ടിയില്ലല്ലോ. ആ കടയുടെ ഫ്രണ്ടിൽ കൂടെ പോയാൽ അപ്പോൾ ചോദിക്കും മുടി വെട്ടണം. അങ്ങനെ അച്ഛനും മോനും കൂടെ അടി കൂടിയിട്ടാണ് ആ വര, ഞാൻ പറഞ്ഞ കുട്ടിയല്ലേ സമ്മതിച്ച് കൊടുക്കുന്നത് പറഞ്ഞിട്ടാണ് ആ വര ഒന്നിട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വിശന്നു, കാരണം അത്രയും പണിയെടുത്തതല്ലേ. പിന്നെ ഞാൻ വന്നിട്ട് ഒരു ലൈമും ഞാനൊരു ബർഗർ വാങ്ങിച്ചു കഴിച്ചു കേട്ടോ. അച്ഛനും മോനും ലൈമും മാത്രമാണ് കുടിച്ചത്. അവർക്ക് വിശക്കുന്നൊന്നുമില്ലാന്ന്, കാരണം ഓൾമോസ്റ്റ് പണിയെടുത്തത് ഞാനാണല്ലോ. അതുകൊണ്ട് എൻ്റെ അടപ്പളവി ഇരിക്കുകയാണ്. അതേപോലെ ഇവിടെ മത്സരം വെച്ചാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഫസ്റ്റ് കുടിക്കുക എന്നാണ് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വസു പതുക്കെ കുടിച്ചാൽ മതി, ആരും ഇത് കൊണ്ടുപോവില്ല. അങ്ങനെ നമ്മളവിടെ നിന്ന് ലൈമൊക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിൽ വന്നു കേട്ടോ. നമുക്കിനി ആടി കത്തിക്കണ്ടേ. ഈ കൊല്ലത്തെ ആടി കത്തിക്കലതാ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ഭയങ്കര യൂസ്ഫുൾ പ്രോഡക്റ്റാണ് കേട്ടോ. നമ്മൾ ചാലയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ സാധനം. നമുക്ക് പുറത്ത് വയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ വീണ്ടും മേളിൽ വെച്ച് അതിങ്ങനെ കരിഞ്ഞിങ്ങനെ ഭസ്മമായിട്ട് വരും. പിന്നെ ആ ചാരം എടുത്ത് നമുക്ക് കളയേണ്ട ഒരു ആവശ്യമുള്ളൂ. എന്നിട്ട് അതേ വീണ്ടും വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് കുളിച്ച് റെഡിയായിട്ട് എനിക്കൊരു ബ്ലൗസ് നോക്കണമായിരുന്നു. അങ്ങനെ അത് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കാട്ടാക്കട വരെ ഒന്ന് പോയി. അപ്പോൾ ബാക്കി വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞ് സൺഡേ വിശേഷമാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.